To view this video in English, please click the link given above. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സ്ട്രക്ചർ ഓഫ് ദി ആറ്റം എന്ന ചാപ്റ്റർ തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു എല്ലാ മാറ്ററിൻ്റെയും ബേസിക് ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസും മോളിക്യൂൾസും കൊണ്ടാണെന്ന്. അപ്പോൾ പലതരം മാറ്റർ നമുക്ക് ചുറ്റുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ മാറ്റർ പല വിധത്തിലായത്? കാരണം അവയിലെ ആറ്റംസും ഡിഫറെൻ്റ് ആണ്. ഡാൾട്ടൺ പറഞ്ഞത് എന്താണ്? ആറ്റംസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ്. ആറ്റത്തിനെ പിന്നീട് നമുക്ക് വിഘടിക്കാൻ കഴിയില്ല. പക്ഷേ പിന്നീടുള്ള പരീക്ഷണങ്ങൾ തെളിയിച്ചത് ആറ്റത്തിനെ നമുക്ക് വീണ്ടും വിഘടിക്കാമെന്നാണ്. പക്ഷേ അങ്ങനെ വിഘടിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് കിട്ടുന്നത്. അപ്പം ആറ്റത്തിൽ ചാർജ് ഉണ്ട് എന്ന ഒരു ചിന്ത നമ്മളിലേക്ക് എത്തിയത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പഠിച്ചപ്പോഴാണ്. ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പരീക്ഷിച്ച് നോക്കാറുള്ളതാണ്. ഞങ്ങളൊക്കെ സ്കൂളിലായിരുന്നു ചെയ്തിട്ടുണ്ട്, നിങ്ങളും ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സ്കെയിൽ എടുത്ത് തലയിൽ നല്ലപോലെ റബ്ബ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോമ്പാണെങ്കിലും ചീകുമ്പോൾ നല്ല ഡ്രൈ ഹെയർ ആണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ആ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കോമ്പാണെങ്കിൽ. അപ്പോൾ അത് നമ്മളൊരു കുഞ്ഞായിട്ട് കീറി വെച്ചിരിക്കുന്ന പേപ്പറിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ പേപ്പർ അതിലേക്ക് അട്രാക്റ്റഡ് ആവും. നിങ്ങളുടെ പ്ലാസ്റ്റിക് സ്കെയിൽ ഉപയോഗിച്ച് ചെയ്താൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് കിട്ടും. നിങ്ങളുടെ തലമുടി നല്ല ഡ്രൈ ആയിരിക്കണമെന്ന് മാത്രം. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് റോഡിനെ നിങ്ങൾ സിൽക്ക് ക്ലോത്ത് കൊണ്ട് നല്ലപോലെ റബ്ബ് ചെയ്തിട്ട് ആ ഗ്ലാസ് റോഡിനെ ഒരു വീർപ്പിച്ച ബലൂണിനടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ ബലൂൺ അട്രാക്റ്റഡ് ആവും. അവിടെയെല്ലാം ഈ ഗ്ലാസ് റോഡിനായാലും സ്കെയിലിനായാലും അല്ലെങ്കിൽ ചീപ്പിനായാലും ചാർജ് ലഭിക്കുകയാണ്. എവിടെ നിന്നാണ് ഈ ചാർജ് വരുന്നത്? ആറ്റത്തിൽ നിന്ന് തന്നെ. അപ്പോൾ ആറ്റത്തിന് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് 3 പ്രത്യേക പരീക്ഷണങ്ങളിലൂടെ 3 ശാസ്ത്രജ്ഞന്മാരാണ്. അവരാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിലേക്ക് വെളിച്ചം വീശിയത്. ജെ തോംസൺ 1900 ഇലക്ട്രോൺസ് ഡിസ്കവർ ചെയ്തു. കാഥോഡ് റേസ് ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇലക്ട്രോൺസ് കണ്ടെത്താൻ കഴിഞ്ഞു, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ അതിനെ നമ്മൾ E- എന്നാണ് ഇടുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവിൻ്റെ ചാർജ് ഒരു നെഗറ്റീവ് ചാർജാണ്. പിന്നെ അതിൻ്റെ മാസ് കാര്യമായിട്ടൊന്നുമില്ല, അതിനെ നമ്മൾ നെഗ്ലിജിബിൾ അല്ലെങ്കിൽ അവഗണിക്കുകയാണ് പതിവ്. രണ്ടാമത്, അതിനു മുന്നേ തന്നെ 1886 ഗോൾഡ്സ്റ്റീൻ എന്നൊരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ കനാൽ റൈസ് എക്സ്പെരിമെൻറ്റിൽ കൂടി അദ്ദേഹം പ്രോട്ടോൺസിനെ കണ്ടുപിടിച്ചു. പ്രോട്ടോൺസിൻ്റെ ചാർജ് ഒരു പോസിറ്റീവ് ചാർജാണ്. സോ നമ്മൾ P+ എന്നാണ് എഴുതുന്നത്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. യഥാർത്ഥത്തിൽ പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസിൻ്റെ 2000 മടങ്ങാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസിനെ നമ്മൾ 1 യൂണിറ്റ് എന്ന് എടുത്താൽ അതിൽ 2000-1 അംശമാണ് ഇലക്ട്രോണിൻ്റെ മാസ് എന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ കാര്യമായിട്ട് എടുക്കാത്തത്. ഇനി 1932 ജെ ചാഡ്വിക് എന്നൊരു സയൻറ്റിസ്റ്റ് 3ാമതൊരു പാർട്ടിക്കിളും കൂടി കണ്ടുപിടിച്ചു. അതാണ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ചാർജ് ന്യൂട്രലാണ്. അതിന് പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല, ചാർജ് ഇല്ല. അത് 1 യൂണിറ്റ് എന്നെടുക്കാം. അതിൻ്റെയും ആപേക്ഷികമായ മാസ് നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് 1 യൂണിറ്റ് എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു, ചാഡ്വിക് ന്യൂട്രോൺ കണ്ടുപിടിച്ചു, ഗോൾഡ്സ്റ്റീൻ പ്രോട്ടോൺ കണ്ടുപിടിച്ചു. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണിന് ഒരു പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല. ഇലക്ട്രോണിൻ്റെ മാസ് നെഗ്ലിജിബിൾ ആണ്. പ്രോട്ടോണിനും ന്യൂട്രോണിനും 1 യൂണിറ്റ് ആണ് അതിൻ്റെ മാസ്സായിട്ട് കരുതുന്നത്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കണ്ടുപിടുത്തത്തോട് തന്നെ നമ്മുടെ ഡാൾട്ടൻ്റെ തിയറി തെറ്റാണെന്ന് തെളിഞ്ഞു. അപ്പോൾ ഇവിടെ 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അതിനെ തുടർന്ന് നമ്മുടെ ജെ തോംസൺ തന്നെയാണ് ആദ്യത്തെ ആറ്റത്തിൻ്റെ മോഡലും പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മോഡൽ അനുസരിച്ച് നമ്മുടെ ആറ്റത്തിനെ നമുക്കൊരു ക്രിസ്മസ് പുഡിങ്ങിനോട് ഉപമിക്കാം. ഇതിപ്പോൾ ക്രിസ്മസ് സീസണാണ്. അപ്പോൾ ക്രിസ്മസ് പുഡിങ് ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ക്രിസ്മസിൻ്റെ തലേന്നാണ്. ഓക്കെ, സോ ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആണ്. ആ പുഡിങ്ങിനെ മൊത്തത്തിൽ നമുക്ക് ഒരു പോസിറ്റീവ് ചാർജായിട്ട് എടുക്കാം. അതിൽ നമ്മൾ ബ്ലാക്ക് കറൻസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കാണില്ലേ, അതിനെയൊക്കെ നമുക്ക് ഇലക്ട്രോൺസ് എന്ന് കരുതാം. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് സ്ട്രക്ചറിനകത്ത് ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ട്? നെഗറ്റീവ് ചാർജിനെ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത് നമ്മുടെ വാട്ടർമെലനാണ്, തണ്ണിമത്തൻ്റെ ആ റെഡ് പാർട്ട് നമ്മൾ കഴിക്കുന്നതിനെ മുഴുവനായിട്ട് പോസിറ്റീവ് ചാർജ് എന്ന് കൺസിഡർ ചെയ്താൽ അതിലെ സീഡ്സ് ഉണ്ടല്ലോ, ആ കുരുക്കളെ നമുക്ക് എന്തായിട്ട് കരുതാം? ഇലക്ട്രോൺസ് എന്ന് കരുതാം. അപ്പോൾ പോസിറ്റീവ് ചാർജ് സ്ഫിയറിൽ നെഗറ്റീവ് ചാർജ് അവിടെ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോഡല് നമുക്ക് 2 പോയിന്റ്സിൽ പറയാം. അതായത് ആറ്റത്തിൽ ഒരു പോസിറ്റീവ് സ്ഫിയറിനകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് എംബഡഡ് ആണ്.
രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഒന്നുപോലെ ആയതിനാൽ ആസ് എ ഹോൾ ആറ്റം എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഈക്വൽ ആയാൽ എന്താകും? ചാർജ് ഇല്ല അല്ലേ? അപ്പോൾ അദ്ദേഹം അതാണ് പ്രപ്പോസ് ചെയ്തത്. ഇത് വളരെ മികച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു എങ്കിലും പിന്നീട് നടത്തിയ പരീക്ഷണങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ഈ ഒരു സ്ട്രക്ചറിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇത് കാലക്രമേണ വേണ്ടാന്ന് വെക്കുകയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ തിരസ്കരിക്കുകയായിരുന്നു. ജെ തോംസന് ശേഷം ആറ്റത്തിന്റെ സ്ട്രക്ചർ ചെയ്തത് ഏണസ്റ്റ് റുദർഫോർഡ് എന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് താല്പര്യം തോന്നി ഈ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ. അദ്ദേഹം അതിനായിട്ട് ഒരു ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തി. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ്. ഇത് ഒരു ഹീലിയത്തിന്റെ അയോണിനെയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. ഹീലിയം അയോൺ എന്ന് പറയുമ്പോൾ 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതിന്റെ മാസ് 4 യൂണിറ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം മാസമുള്ള ഒരു സാധനമാണ് ഹീലിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾസിനെ അദ്ദേഹം ഒരു ഗോൾഡ് ഫോയിലിലേക്ക് പതിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഏറ്റവും തിന്നായിട്ടുള്ള ഒരു മെറ്റൽ ഷീറ്റ് ആയിരുന്നു വേണ്ടത്. കാരണം ആറ്റംസിനെ ഒരു ലെയർ ആയിട്ടെങ്കിലും കിട്ടുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മാലിയബിൾ എന്ന് പറയും, അതായത് തിൻ ഷീറ്റാക്കാൻ കഴിയുന്നത് ഗോൾഡ് എന്ന മെറ്റലാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡിനെയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. അദ്ദേഹം ഉണ്ടാക്കിയ ആ ഫോയില് ഏതാണ്ട് 1000 ആറ്റംസ് തിക്ക് മാത്രമായിരുന്നു. അതായത് വളരെ 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 തിന്നായിട്ടുള്ള ഒരു ഷീറ്റായിരുന്നു അത്. അതിലേക്ക് അദ്ദേഹം ആൽഫ പാർട്ടിക്കിള് പായിച്ചു, ബൊമ്പാടിച്ചു, ഇടിച്ചു. അപ്പോൾ എന്ത് പറ്റി? അദ്ദേഹം വിചാരിച്ചിരുന്നത് ഈ സബാറ്റോമിക് പാർട്ടിക്കിൾസിൽ ഇത് ഇടിച്ചിട്ട് ഡിഫ്ലക്റ്റ് ആവും. പിന്നെ ഈ പ്രോട്ടോണിന് വലിയ മാസ് ഇല്ല, കാരണം പ്രോട്ടോണിന് 1 യൂണിറ്റല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇടിക്കുന്ന ആ ആൽഫ പാർട്ടിക്കിൾ 4 യൂണിറ്റ് ഉണ്ട്. അതുകൊണ്ട് അത്ര ഡീവിയേഷൻ വരില്ല, ചെറിയൊരു ഡിഫ്ലക്ഷൻ വരും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ്, അദ്ദേഹം എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു? ഈ ആൽഫ പാർട്ടിക്കിൾ ഇടിച്ചു കഴിഞ്ഞപ്പോൾ 3 ഒബ്സർവേഷൻസ് ആണ് അദ്ദേഹം കണ്ടത്. ആദ്യമായിട്ട് മെജോറിറ്റി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ അങ്ങ് കടന്നുപോയി. രണ്ടാമത് അദ്ദേഹം കണ്ടത് വളരെ കുറച്ച് ചെറിയൊരു ഡിഫ്ലക്ഷനും മറ്റു കുറച്ച് സാമാന്യം നല്ല ഡിഫ്ലക്ഷനിലുമാണ്, ആംഗിളിലും ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ അത് പോസിറ്റീവ് ചാർജ് തട്ടിക്കാണും അല്ലേ, അല്ലെങ്കിൽ ഈ സബാറ്റോമിക് പാർട്ടിക്കിൾസ് തട്ടിയത് കൊണ്ടാണ് അത് ഡിഫ്ലക്റ്റ് ചെയ്തത്. അപ്പോൾ ചിലതൊക്കെ കുറച്ചേ ഡീവിയേറ്റ് ചെയ്തുള്ളൂ, ചിലത് നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്തു. ഇനി 1/12,000 ഓരോ 12,000 1 ആൽഫ പാർട്ടികളും 180 ഡിഗ്രിയിൽ തിരിച്ചു വരികയാണ് റീബൗണ്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ മനസ്സിലാക്കിയത്, അപ്പോൾ ഈ ആറ്റത്തിൻ്റെ നടുക്ക് ഒരു ഭാഗത്ത് എല്ലാം നല്ല ഡെൻസ് മാസും ചാർജുള്ള ഒരു പ്ലേസ് ഉണ്ട്. അവിടെ തട്ടിയതൊക്കെയാണ് അപ്പോൾ തിരിച്ചു വന്നത്. അപ്പോൾ തിരിച്ചു വരണമെങ്കിൽ അത്രയും ഡിഫ്ലക്ഷൻ വേണ്ടേ? അത് അദ്ദേഹം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ ഈ മാസിനേക്കാളും ഡെൻസ് മാസുള്ള ഒരു സാധനം ആറ്റത്തിൻ്റെ നടുക്കുണ്ടെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അതെന്തായിരുന്നു? പിൽക്കാലത്ത് അതാണ് ന്യൂക്ലിയസ് എന്ന് നമുക്ക് മനസ്സിലായി, സെന്റർ ഓഫ് ദി ആറ്റം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കണ്ണ് മൂടി കെട്ടിയിട്ട് ഒരു ഭിത്തിയിലേക്ക് ഇങ്ങനെ ബോൾസ് ഇങ്ങനെ എറിഞ്ഞാൽ, സോഫ്റ്റ് ബോൾസ് ആണെങ്കിൽ നമുക്കറിയാം അത് ബൗൺസ് ചെയ്ത് തിരിച്ചു വരും അല്ലേ. പക്ഷെ ഓരോ പ്രാവശ്യം ഹിറ്റ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും. അതേ സമയത്ത് നമ്മളിപ്പോൾ വയേർഡ് ഫെൻസ് ഉണ്ടല്ലോ, കമ്പിവേലി കെട്ടിയിട്ട് അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് എറിയുകയാണെങ്കിൽ ചിലതെല്ലാം ആ വയറിൽ കൊള്ളും, ചിലതെല്ലാം അതിൽ കടന്നങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കൂടുതലും ചാൻസ് എന്താണ്? കമ്പിയിൽ അത് തട്ടത് ഇടയിൽ കൂടി അങ്ങ് പോകും. നമുക്ക് അത്രയ്ക്ക് ടാർഗറ്റ് ചെയ്താലേ അതിൽ തൊടാൻ പറ്റും. പ്രത്യേകിച്ച് കണ്ണും കൂടി കെട്ടിക്കഴിഞ്ഞാൽ മെജോറിറ്റി റാൻഡം ആയിട്ട് അങ്ങ് ഇടയിൽ കൂടി പോകും, ചിലത് മാത്രമേ അതിൽ തട്ടുള്ളൂ. അപ്പോൾ ആ സൗണ്ട് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇവിടെ അതാണ് സംഭവിച്ചത്. അദ്ദേഹം വിചാരിച്ചത് എന്താ, ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി ചെന്ന് ഇടിച്ച് തെറിക്കും എന്നാണ്. പക്ഷേ അദ്ദേഹം കണ്ടതോ മെജോറിറ്റി കടന്നു പോകുന്നു. അപ്പോൾ ആദ്യത്തെ അതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്ന എന്താണ്, കുറേ ഭാഗങ്ങൾ എം ടി സ്പേസ് ഉണ്ട്, അത് ഈ വയർ ഫെൻസ് പോലെ. അപ്പോൾ അതിനിടയിൽ കൂടി കടന്നങ്ങ് പോകാൻ പറ്റും അല്ലേ. അവിടെയാണ് സംഭവിച്ചത്. അപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്തു, ചിലത് ഡിഫ്ലക്റ്റ് ചെയ്തില്ല, ചിലത് എക്സാക്ട് ഡിഫ്ലക്റ്റ് 180 ചെയ്ത് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം എന്നുള്ളത് പ്രൊപ്പോസ് ചെയ്തു. അതിൽ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞ 3 പ്രൊപ്പോസിഷൻസ് ആണുള്ളത്. ആദ്യത്തേതെന്ന് പറയുന്നത്, ആറ്റത്തിന് പോസിറ്റീവ് ചാർജുള്ള ഒരു സെന്റർ ഉണ്ട്, അതിനെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ആറ്റത്തിന്റെ മാസ് പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ ന്യൂക്ലിയസിലാണ്. ഇതുകൂടാതെ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ആറ്റത്തിന് ചുറ്റും വ്യക്തമായ ഓർബിറ്റ്സിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. മൂന്നാമത്തെ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്, ആറ്റത്തിൻ്റെ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സൈസിനേക്കാൾ വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കി. തൻ്റെ ഡാറ്റയൊക്കെ വെച്ചിട്ട് തന്നെ അദ്ദേഹം തന്നെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ സൈസ് ആറ്റത്തിൻ്റെ റേഡിയസിനേക്കാളും ഒരു 10⁵ ടൈംസ് കുറവാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇനി റുദർഫോർഡിന്റെ മോഡലിന്റെ ഡ്രോബാക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ്ഡ് ഇതിന് ചുറ്റും ഓർബിറ്റ്സിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫിസിക്സ് അനുസരിച്ച് എന്തെങ്കിലും ഒരു വസ്തു ഒരു സർക്കുലർ പാത്തിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ അതിന് ആക്സിലറേഷൻ സംഭവിക്കും അല്ലേ. അപ്പോൾ അത് ആക്സിലറേഷൻ കൂടിക്കൊണ്ടിരിക്കും. ആക്സിലറേഷൻ കൂടുന്നതനുസരിച്ച് എനർജി അതിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കും. ആ നഷ്ടമായി അവസാനം അത് എനർജി നഷ്ടപ്പെട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് വന്ന് വീഴും. അതാണ് ഫിസിക്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ആറ്റം സ്റ്റെബിലിറ്റി ഇല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ റുദർഫോർഡിന്റെ മോഡലും ഒരു പരാജയമായി. റുദർഫോർഡിന്റെ മോഡലും ആൾക്കാർ ഒത്തിരി ഒബ്ജക്ഷൻസ് പറഞ്ഞപ്പോൾ നീൽസ് ബോറാണ് അടുത്ത ആറ്റത്തിന്റെ മാതൃകയായിട്ട് വന്നത്. ഇത് വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ചില മോഡിഫിക്കേഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് നീൽസ് ബോർ പറഞ്ഞപ്പോൾ ഈ ഓർബിറ്റ്സ് വെറുതെ ചുറ്റി പോകുന്നതിന് പകരം വളരെ സ്പെഷ്യലായിട്ട് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഓർബിറ്റ്സിൽ കൂടിയാണ്, അതായത് ഒരു പർട്ടിക്കുലർ പാത്ത്, ഒരു നേരത്തെ നിശ്ചയിച്ച ഒരു പാത്തിൽ കൂടി മാത്രമാണ് ഈ ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഓർബിറ്റിനെ നമുക്ക് ഷെൽ എന്ന് വിളിക്കാം. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇലക്ട്രോൺസ് റേഡിയേഷൻ നടത്താൻ അല്ലെങ്കിൽ എനർജി റേഡിയേറ്റ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ എത്ര റൊട്ടേറ്റ് ചെയ്താലും അവയ്ക്ക് എന്ത് സംഭവിക്കില്ല, അവരുടെ എനർജി നഷ്ടമാകുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ചിത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ മോഡൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ന്യൂക്ലിയസ് ഉണ്ട്. ഈ സെൻറ്ററിൽ കാണുന്ന ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഈ ഓർബിറ്റ്സ് ഉള്ളത്. ഈ ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെല്ലിനെ നമുക്ക് 1, 2, 3, 4 എന്ന് പേരിടാം. ആദ്യത്തേത് ന്യൂക്ലിയസിനോട് അടുത്തുള്ള ഇന്നർമോസ്റ്റിനെ നമുക്ക് 1 എന്നും വെളിയിലേക്ക് പോകുന്തോറും നമ്പർ കൂടി വരും. ഇനി മറ്റൊരു വിധത്തിൽ നമുക്ക് അവയെ KLMN എന്നും നാമകരണം ചെയ്യാം. ആദ്യത്തെ ഷെല്ലിനെയാണ് K ഷെൽ എന്ന് വിളിക്കുന്നത്, രണ്ടാമത്തേത് L ഷെല്ല്, മൂന്നാമത്തേത് M, നാലാമത്തേത് N ഷെൽ. ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് തന്നത് ബോർ ആൻഡ് ബെറി എന്നീ സയന്റിസ്റ്റ് ആണ്. ഇവർ പറഞ്ഞതനുസരിച്ച് ആറ്റം ഓർബിറ്റ്സിൽ കൂടി പോകുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഇലക്ട്രോൺസിന്റെ, ഞാൻ ആറ്റം എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, ഇലക്ട്രോൺസിന്റെ എണ്ണം നിശ്ചിതമാണ്. അതായത് അതിന് അവരൊരു ഫോർമുല തന്നു, 2n². n എന്ന് പറയുന്നത് നമ്മുടെ ഓർബിറ്റിന്റെ നമ്പറാണ്. അപ്പോൾ ആദ്യത്തെ ഓർബിറ്റ് K ഷെല്ലാണ്. K ഷെല്ലിൽ ഒന്നാണ് അതിന്റെ നമ്പർ. അപ്പൊ 2 × 1². 1² എത്ര? 1 തന്നെയാണ്. അപ്പൊ 2 × 1 2. അതേസമയം L ഷെല്ല് വരുമ്പോഴോ 2 × n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? അതിന്റെ നമ്പർ 2 ആണ്. 2² 4 ആണ്. 4 × 2 8 ആണ് അല്ലേ. M ഷെല്ലാവുമ്പോഴോ 2 × അത് മൂന്നാമത്തെയാണ്, 3² അപ്പോൾ 9 × 2 18. n ആവുമ്പോഴോ 4² ആണ്, 16 × 2 32. ഇത്രയാണ് ഇതിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ഇനി ഇതിലിപ്പോൾ 32 ഉണ്ടെങ്കിലും എല്ലാ 32 കൂടി അവിടെ കയറിയിരിക്കില്ല. ഏറ്റവും ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ ഒരു ആറ്റത്തിന് താങ്ങാൻ കഴിയുന്നത് 8 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 8ൽ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 8 വരാമെന്ന് വെച്ചാൽ ഈ 8നെ കളഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 5 അങ്ങോട്ട് പോവില്ല. ഇവിടെ 8 ഫില്ലായതിനു ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോവുകയുള്ളൂ. എപ്പോഴും പ്രീവിയസ് ഷെല്ല് ഫില്ലായി അതിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺസ് കടക്കൂ. അപ്പോൾ ഓരോ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത് ഒരു എനർജി ലെവലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെസൺസ് ഒക്കെ മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ആളുകളിൽ റീച്ച് ചെയ്യിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ. താങ്ക് യു.